ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമകളിൽ നിലവിൽ ഏറ്റവും വലിയ ഹൈപ്പ് നേടിയെടുത്ത മലൈക്കോട്ടെ വാലിബന്റെ കാത്തിരുന്ന അടുത്ത അപ്ഡേറ്റ് ഇന്നേ ദിവസം പുറത്തുവരാനായിട്ടിരിക്കുകയാണല്ലോ. റാക്ക് എന്ന വരികളാൽ തുടങ്ങുന്ന വാലിബൻ തന്നെ ആലപിക്കുന്ന ലാലേട്ടനെ ആലപിക്കുന്ന ഗാനമാണ് വൈകിട്ട് 6 മണിയോടെ പുറത്തുവരാനായിട്ടിരിക്കുന്നത്. നേരത്തെ പുറത്തുവന്ന പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ന വരികളാൽ തുടങ്ങുന്ന ഗാനം വീഡിയോ ഗാനം പോലെ തന്നെയുള്ളൊരു വീഡിയോ ഗാനമാണ് റാക്കിൻ്റെതായിട്ട് നാം പ്രതീക്ഷിക്കുന്നത്. ആദ്യം വന്ന ഗാനം ഒരു സ്ലോ പേസ് ഗാനം, ക്ലാസിക് ഗാനം എല്ലാം തന്നെ ആയിരുന്നെങ്കിൽ ഇവിടെ നാം ഒരു മാസാണ് പ്രതീക്ഷിക്കുന്നത്. അത് പോസ്റ്ററുകൾ കൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ കൂടി ആലപിക്കുന്ന ഗാനമായതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഇന്ന് വൈകിട്ടോടെ വരാനിരിക്കുന്ന ഗാനം കാണുവാനായിട്ട്, ഒപ്പം തന്നെ അത് തരംഗമാകുന്നത് കാണുവാനായിട്ട്. ഇതിനിടയിൽ മലൈക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ പോസ്റ്ററുകളെല്ലാം തന്നെ കണ്ട് ഒരു ഹനുമാൻ രാമായണ ടച്ച് എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ജനുവരി 25-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അടുത്ത കണ്ടന്റുകളോടെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. കാത്തിരിക്കൂ അപ്ഡേറ്റുകൾക്കായിട്ട്. അങ്ങനെ ഒരുപാട് നാളുകളായിട്ട് 1.5 വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഉടൽ എന്ന സിനിമയുടെ OTT പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പുറത്തു വരാനായിട്ടിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ലഭ്യമായ വയലൻസ് നിറഞ്ഞ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഉടൽ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ്. ഇന്ദ്രൻസ്, ധ്യാൻ ശ്രീനിവാസൻ, ദുർഗ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ OTT ട്രെയിലർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സൈന പ്ലേയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവരും. അടുത്തയാഴ്ച ജനുവരി 5-ാം തീയതി സിനിമ OTT റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. നേരത്തെ തിയേറ്ററുകളിൽ അധികം പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിലും ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമ കൂടിയാണ് ഉടൽ. സിനിമയുടെ OTT റിലീസ് തീയതി അറിയാനായിട്ടും അപ്ഡേറ്റുകൾ കേട്ടും കാത്തിരിക്കൂ. 2 പ്രഭാസ് സിനിമകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സലാറിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രഭാസിന്റെ അടുത്ത പാൻ ഇന്ത്യൻ അല്ല പാൻ വേൾഡ് സിനിമയാണ്. 30-ലധികം ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന സിനിമയാണ് കൽക്കി. 2898 AD എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ. ചിത്രത്തിലെ പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ തുടങ്ങി വലിയ താരനിരയുണ്ട്. കമൽഹാസൻ സിനിമയിൽ വില്ലനായിട്ട് എത്തുന്നു. സിനിമയുടെ റിലീസ് നേരത്തെ പ്ലാൻ ചെയ്തത് അടുത്ത വർഷം ജനുവരി 12-ലേക്കാണെങ്കിൽ പോലും അത് മാറ്റി എന്നത് നേരത്തെ തന്നെ ഉറപ്പായതാണ്. ചിത്രം നിലവിൽ പ്ലാൻ ചെയ്യുന്നത് 2024 സമ്മർ റിലീസ്, അതല്ലെങ്കിൽ 2024 ദസറ റിലീസാണ്. എന്തായാലും ഒഫീഷ്യൽ റിലീസ് തീയതി അപ്ഡേറ്റ് 2024-ന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. കാത്തിരിക്കൂ അടുത്ത കൽക്കി അപ്ഡേറ്റുകൾ കേട്ട്. ഇന്നേ ദിവസം മറ്റൊരു പ്രഭാസ് സിനിമയുടെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1-2 വർഷത്തിലേറെയായിട്ട് നാം കേൾക്കുന്ന ഒരു സിനിമയാണ് പ്രഭാസിന്റെ മാരുതി പ്രൊജക്ട്. മാരുതിയുടെ സംവിധാനത്തിൽ പ്രഭാസ് നായകനെ എത്തുന്ന സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് വരുന്ന പൊങ്കൽ സംക്രാന്തി പ്രമാണിച്ച് ഒഫീഷ്യലായിട്ട് പുറത്തുവരുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ടൈറ്റിൽ എന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ പ്രഭാസ് സിനിമകളുടെയും മറ്റ് സിനിമകളുടെയും അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.